പിന്നെ ഇതിന്റെ വേറൊരു ഖുർആനാണ്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഖുർആനൊക്കെ ഉണ്ട്. ഞങ്ങൾ മദീന ഖുർആൻ പ്രസ്സിൽ പോയ സമയത്ത് കണ്ടിന് ജുസു തിരിച്ചായിട്ടുള്ള ഖുർആന്. പക്ഷെ ഞാനിത് 2 വർഷമായി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഞാനൊരു മരണ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് എന്നോട് പലരും ചോദിച്ചത് എന്താ അങ്ങനെയെന്ന്. അപ്പോൾ ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞത് ഓരോ ജുസു തിരിച്ചിട്ട് ഞാനിത് ഇതുപോലെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ചെറിയ സ്റ്റിക്കറാണ്. നമ്മളെ അത് കുറച്ചൊന്നും കൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിക്കർ കൊടുത്തത്. കണ്ടോ, ഇങ്ങനെ ജുസു എന്നുള്ള ഈ ഒരു ചിഹ്നം വരുന്നതിൻ്റെ നേരെ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് തള്ളി കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തത്. ഇനി ഈ ജുസുവിൻ്റെ നമ്പർ ഇവിടെ എഴുതണമെങ്കിൽ എഴുതും ചെയ്യാം. ഇനി പുറത്തേക്ക് കാണുന്ന രീതിക്ക് എഴുതിയാൽ അങ്ങനെ എഴുതാം. അങ്ങനെ ഉണ്ടായിനി കുറച്ചും കൂടെ പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു അസൗകര്യം തോന്നിയപ്പോൾ കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റിക്കറുകൾ ഉള്ളിൽ മാത്രം ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഇതുമ്മൽ നമ്പർ എഴുതി കൊടുത്താൽ നമുക്ക് എത്ര ജുസു എത്തിയണോ അത് പെട്ടെന്ന് മറിച്ചിട്ട് ഓതാൻ നമുക്ക് നല്ല സുഖമാണ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. ഇപ്പോൾ ഈ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു നൂലുണ്ടല്ലോ ഖുർആൻ്റെ, അത് നമുക്ക് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വെക്കാനൊരു പ്രയാസമാണ്. അതുപോലെ ജുസു പെട്ടെന്ന് തീർക്കേണ്ടവർക്ക് ഇനി എത്ര പേജ് ഓതിയാലാണ് ഒരു ജുസു കഴിയുക അങ്ങനെയൊക്കെ നോക്കേണ്ടവർക്കൊക്കെ നല്ലൊരു ഉപകാരമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തു വെച്ചതാണ്. മാഷാ അല്ലാഹ്, നല്ല ഉപകാരം.